ഞാൻ പറയാതെ കണ്ണു തുറക്കല്ലേ. ഇനി കണ്ണു തുറന്നു. അയ്യേ, ഇതെന്താ ഇങ്ങനെ? സഹദേവനെ ലോകം ഇനി ഇങ്ങനെ കണ്ടാ മതി. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഇത് തന്നെയാ ചേരുന്നേ. പിന്നെന്തിനാ ഗീത ആദ്യം അയ്യേന്ന് പറഞ്ഞത്? അതങ്ങനെയല്ല. ഈ സൗന്ദര്യമുള്ള വസ്തുക്കൾ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, അയ്യോ എന്തൊരു ഭംഗി, അയ്യോ എന്തൊരു ചന്തോന്നൊക്കെ. അങ്ങനെയാണല്ലേ. ഗീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ നടക്കാം. അടുക്കളയിൽ ഒത്തിരി പണിയുണ്ടാവില്ലേ? പൊയ്ക്കോളൂ. അയ്യേ, കഷ്ടം. ഗീതമ്മേ, ഇനിയാ നീ അനുഭവിക്കാൻ കിടക്കുന്നേ. അഭിരാമിയെ കുറിച്ച് നിന്നോട് അവൻ ഒന്നും ചോദിച്ചില്ലേ? ഇല്ലെന്നേ. അയാള് മുഖത്തെ മീശയും വടിച്ചു കളഞ്ഞ് മുട്ട പുഴുങ്ങിയ പോലത്തെ മുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. അവൻ മീശ പഠിച്ചു കളഞ്ഞോ? അതെന്തിനാ? അതെന്തിനാണെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്റെ ഗീതമ്മേ, ഞാൻ കാര്യമായിട്ട് പറയുക, നിനക്ക് എന്തോ കുഴപ്പം വരാൻ പോകുക. അതിന്റെ ആയി കാണുന്നൊക്കെ. എന്റെ അമ്മേ, ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയല്ലേ. എടി, നീ എന്നെ കളിയാക്കിക്കോ, പക്ഷെ അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. അമ്മ ഇതെന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ? അഭിരാമിയുടെ കാര്യത്തിലേ നീ ശരിക്കും സഹദേവനെ പറ്റിക്കല്ലായിരുന്നോ? ആയിരുന്നു. അത് സഹദേവൻ അറിയില്ലല്ലോ. അഭിരാമിക്കും അവളുടെ അച്ഛനും മാത്രമല്ലേ ആ കാര്യങ്ങളൊക്കെ അറിയാവൂ. അവളുടെ അച്ഛൻ ഏതായാലും സഹദേവനെ വിളിച്ച് അതൊന്നും പറയാനൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ അഭിരാമിയോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ അയാൾ എങ്ങനെ അറിയും? അപ്പൊ പിന്നെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെ അവൻ പറഞ്ഞതോ? അമ്മ അതും കാത്തിരിക്കാണോ? എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാ ഇപ്പൊ എനിക്കങ്ങനെ ഒരു പേടിയില്ല. ഏട്ടനെന്താ തോന്നുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല സുമംഗലേ. കുഞ്ഞു മരിച്ചുപോയെന്ന് കാർത്തിക് ബാലാമണിയോട് കള്ളം പറഞ്ഞത് ആരെ സഹായിക്കാനായിരിക്കും? അതെന്തായാലും അഭിരാമിയെയോ അഴകത്തുകാരെയോ സഹായിക്കാനല്ല, അത് ഉറപ്പാ. പിന്നെ എന്തിനവനത് ചെയ്തു? സത്യം എന്താണെന്ന് അവന് ബാലാമണിയോട് പറയായിരുന്നല്ലോ. എന്തുകൊണ്ട് അവനത് ചെയ്തില്ല? ഇനി ചിലപ്പോ ഇങ്ങനൊരു അപകടം മുൻകൂട്ടി കണ്ട അഭിരാമി തന്നെ നേരത്തെ രജിസ്റ്ററിൽ തിരുത്തിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കാർത്തിക് ഒന്നും അറിയാൻ വഴിയില്ലല്ലോ. ഇല്ലേട്ടാ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ അഭിരാമിയെ സഹായിക്കാൻ മറ്റാരെങ്കിലുമാണിത് ചെയ്തതെങ്കിലോ? ഇടയ്ക്ക് ബാലാമണിക്ക് ഒരു കത്ത് വന്നില്ലേ? എല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത്. ആ കത്തും ഈ രജിസ്റ്ററിലുണ്ടായ തിരുത്തലും തമ്മിൽ എന്താ ബന്ധം? കത്തയച്ച ആളാണ് ഇത് തിരുത്തിയതെങ്കിലോ? ഇനി ചിലപ്പോ യഥാർത്ഥ റിപ്പോർട്ട് അയാളുടെ കയ്യിലുണ്ടെങ്കിലോ? അപ്പോ ഏട്ടാ, അങ്ങനെയുള്ളൊരു റിപ്പോർട്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കാർത്തിക് തന്നെയാ. അവനല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോ ഇനി യഥാർത്ഥ റിപ്പോർട്ട് വെച്ച് കാർത്തിക് അഴകത്തുകാരോടുള്ള ശത്രുത തീർക്കും അല്ലേ? അതെ ഏട്ടാ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ കുറച്ച് കരുതി തന്നെ ഇരിക്കണം. ബാലാമണിയെ പോലൊരു പാവം പെണ്ണിനെ നീ എന്തിനാ ചതിച്ചത്? ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ ആ രജിസ്റ്റർ തിരുത്തി. വേണമെങ്കിൽ സത്യം അപ്പോൾ തന്നെ എനിക്ക് ബാലാമണിയോട് പറയാമായിരുന്നു. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനത് ചെയ്തില്ല. പക്ഷേ എനിക്ക് സത്യം അറിയണം. എന്തിനാ അങ്ങനെ ഒരു കള്ളക്കഥ ആ പാവം പെണ്ണിനോട് നീ പറഞ്ഞത്? ബാലാമണിയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് ആ കുഞ്ഞെവിടെ?
ചെല്ലപ്പൻ. അയാൾക്കാണോ നീ ഇടയ്ക്കിടയ്ക്ക് പണം കൊടുക്കാറുണ്ടായിരുന്നത്? അതെ. ദാ, ഇയാളാണോ ചെല്ലപ്പൻ? അവരോട് ആ കുഞ്ഞിനെ തിരിച്ചു ചോദിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അവരെന്നെ ചതിച്ചു. ഞാൻ ആ കുഞ്ഞിനെ രക്ഷിക്കണം, അല്ലേ? നീ വിളിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ട് നീ എന്താ പറ്റില്ല എന്ന് പറഞ്ഞത്? എന്താടാ, വല്ല ട്രാപ്പിലും പോയി പെട്ടോ? നിന്റെ ലക്ഷണമൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്തോ പണി കിട്ടിയതുപോലെ ഉണ്ടല്ലോ. നീ നിന്ന് മസിൽ പിടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. ചെല്ലപ്പനും സുമേഷും, അതാ ഇവന്മാരുടെ പേര്. നീ ഇവരൊന്ന് പൊക്കണം. ഇവരാരാ? നീ ഇവരുമായിട്ടുള്ള പ്രശ്നം എന്താ? തൽക്കാലം കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത്. അതൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. എടാ ഉവേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഈ കേസ് അന്വേഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇയാൾ കംപ്ലൈന്റിൽ എഴുതുന്ന കാരണം എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാനായിരുന്നു എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നെ സ്റ്റേഷനിൽ വന്ന് കാണുമായിരുന്നില്ലേ? അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താ? ഒഫീഷ്യലായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണ്ട. അൺഒഫീഷ്യലായിട്ടുള്ള ഒരു എൻക്വയറി നടത്താൻ മാത്രം എന്ത് പ്രശ്നമാടാ ഇവർ രണ്ടുപേരും നിനക്ക് ഉണ്ടാക്കി വെച്ചത്? നീ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് കണ്ടെത്തണം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. രണ്ടുപേരും ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ശരി, നീ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, ഞാൻ ചെയ്യാം. ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ നീ എന്നെ വിവരം അറിയിക്കണം. എനിക്ക് വേണ്ടുന്ന ഒരു അമൂല്യ വസ്തു അവരുടെ കയ്യിലുണ്ട്. വല്ല നാഗമാണിക്കോ ഗജമുത്തോ തരാമെന്ന് പറഞ്ഞ് ഇവന്മാരെ നിന്നെ പറ്റിച്ചോ? അതിനേക്കാളൊക്കെ വിലയുള്ള ഒന്നാ അവരുടെ കയ്യിലുള്ള വസ്തു. എനിക്ക് വേണ്ടത് അതാ. മോളെ ദേവു, നാളെ നീ വരുള്ളെന്നാ ഞാൻ വിചാരിച്ചേ. നാളെ അമ്മയ്ക്ക് അഴകത്തേക്ക് പോകേണ്ടതല്ലേ, അതുകൊണ്ടാ ഇന്ന് വന്നിട്ട് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചത്. നീ തനിച്ചേ ഉള്ളോ? വേറെ ആരോ കൂടെ ഉണ്ടെന്ന് വാടൻ പറഞ്ഞല്ലോ. അമ്മാവന് വന്നിട്ടുണ്ട്. ആര്? പ്രഭാകരനോ? ആ തല്ലുകൊള്ളി എന്തിനാ നീ കൂടെ കൊണ്ടുവന്നത്? തല്ലുള്ളിയാണെങ്കിലും അമ്മാവൻ അമ്മാവനല്ലാതാവോ ചേച്ചി? അകന്ന ബന്ധത്തിലാണെങ്കിലും ആണെന്ന് പറയാൻ ചേച്ചിക്ക് ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ. ഇത്രയും നാളും ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ദേവു ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടപ്പോ സഹായത്തിനായി ആരുണ്ടായിരുന്നു? നീ ആ പരിസരത്തേക്ക് കയറിയില്ലല്ലോ. ഇല്ല, കേറിയിട്ടില്ല. എനിക്ക് എന്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. സത്യം പറഞ്ഞ എനിക്ക് ആ സാലിയെയും സോണിയെയും ഭയങ്കര പേടിയാ. അവന്മാര് ദേവനൊന്നും ചെയ്യില്ല. ഇവളവന്മാരുടെ ചേട്ടന്റെ രക്തോ. പക്ഷെ ഞാനതല്ലല്ലോ. ചേച്ചിക്കറിയോ, അവന്മാര് പ്രതികാരം ചെയ്യുന്നു പറഞ്ഞ് നടക്കുക. ഇന്നാളെ ദിവസേ ഞാൻ മുന്നിൽ ചെന്ന് പെട്ട് എന്റെ ചേച്ചി എന്നെ നക്ഷത്രക്കാൽ എണ്ണിച്ചു കളഞ്ഞില്ലേ. 3 ദിവസം എനിക്ക് മൂത്രം പോയില്ല. എന്റെ ഭർത്താവിനെ ഞാൻ വെട്ടിക്കൊന്നത്
അയാളുടെ കയ്യിലിരിപ്പുണ്ട്. അതിന്റെ പ്രതികാരം തീർക്കാൻ ആരാണ് വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ. അമ്മാവൻ അങ്ങനെ പലതും പറയും. അമ്മ അതൊന്നും കാര്യമാക്കണ്ട. കുറച്ചൊക്കെ തെറ്റ് അമ്മാവന്റെ ഭാഗത്തുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ? നമ്മൾ ഇതൊന്നും പറയാനല്ലല്ലോ അമ്മയെ കാണാൻ വന്നത്. വന്ന കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോവാം. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. അതെ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ ചേച്ചി നേരെ അഴകത്തേക്ക് തന്നെയല്ലേ പോണത്? ആ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവരുത്. അഴകത്ത് പോയി ചേച്ചിയുടെ മോനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാവൂ. ഞാനും ദേവും രാവിലെ ഇങ്ങോട്ട് വരാം. വേണ്ട, നിങ്ങളാരും വരണ്ട. ഞാൻ തനിച്ചു പൊക്കോളാം. അഴകത്തേക്ക് പോയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നോളാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെറിയൊരു സദ്യ ഒരുക്കി വെക്കാം. എന്താ ദേവു? പിന്നെന്താ, ഏട്ടന് വേണ്ടിട്ടല്ലേ? പ്രഭാകര, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. പറഞ്ഞു ചേച്ചി. ഇച്ചിരി കൊള്ളാവുന്ന നോക്കി 3-4 ഷർട്ട് മേടിക്കണം. എൻ്റെ മോന് വേണ്ടിയിട്ടാ. ഞാൻ ഇതുവരെ അവനൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ ഏറ്റു. ചേച്ചി അഴകത്ത് പോയി മോനെയും കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രം മതി. അനന്തു, നീ അച്ഛന്റെ മുമ്പിൽ നിന്ന് കരയായിരുന്നോ? ലീലാമ്മ നാളെ വരുമല്ലേ? അവര് വരുമ്പോ അമ്മ അവരോട് എന്തു പറയും? നീ ആവശ്യമില്ലാത്തതൊന്നും പറയാതെ. പറയാതിരുന്നിട്ട് എന്തിനാ? നാളെ അമ്മയ്ക്ക് ഒരാളുടെ പേര് പറഞ്ഞേ പറ്റൂ. ഞങ്ങള് 3 പേരിൽ ഒരാളുടെ പേര്. ആ പേര് അമ്മയ്ക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അമ്മ ആ പേര് പറയുകയും ചെയ്യും. മോനെ, അമ്മയുടെ മുമ്പിൽ വേറൊരു വഴിയില്ല. ലീലാമ്മയുടെ ആവശ്യം അമ്മയ്ക്ക് നടത്തി കൊടുത്തേ പറ്റൂ. അമ്മയുടെ സ്റ്റാൻഡ് ഇപ്പോഴും അത് തന്നെയാണോ? അതിനൊരു മാറ്റവും വന്നിട്ടില്ലേ അമ്മ? ഇഷ്ടമല്ലെങ്കിൽ കൂടി എനിക്കത് ചെയ്തേ പറ്റൂ അനന്തു. അമ്മയുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക. വലിയേട്ടൻ ഈ വീട് വിട്ടുപോയി. അമ്മയുടെ വാക്കിനെ ഇന്നേ വരെ എതിർത്ത് പറയാത്ത ഞങ്ങൾ മക്കള് അമ്മ എതിർത്തു. നമ്മുടെ വീടിന്റെ സമാധാനം തകർന്നില്ലേ അമ്മ? എന്നിട്ടും അമ്മയുടെ തീരുമാനത്തിന് മാറ്റമില്ലല്ലേ? അമ്മ ഇതൊക്കെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമാണെന്നാണോ നിന്റെ വിചാരം? അങ്ങനെയാണോ നീയും നിന്റെ ഏട്ടന്മാരും കരുതിയിരിക്കുന്നേ? ലീലാമ്മയെ ചതിക്കാൻ അമ്മയെ കൊണ്ട് കഴിയില്ല. അങ്ങനെയൊന്നും അമ്മ ശീലിച്ചിട്ടുമില്ല. അമ്മ ഇങ്ങനെ കരയല്ലേ? അമ്മ കരയുന്നത് കാണാൻ വയ്യ എനിക്ക്. അമ്മയോട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഇത്രയും കാലം ഞാൻ ആവശ്യപ്പെട്ടതല്ല അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇപ്പോ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട അമ്മയ്ക്കത് ചെയ്തു തരാൻ പറ്റുമോ? ലീലാമ്മയുടെ മകൻ ഞാൻ തന്നെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പാ. അവര് വരുമ്പോ അമ്മയ്ക്ക് എൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റുമോ? ആ ഒരു സഹായം അമ്മ എനിക്ക് ചെയ്തു തരും.
മരിക്കുന്നത് വരെ എനിക്ക് അഴകത്തമ്മയുടെ മകനായിട്ടിരുന്നാൽ മതി അമ്മേ. ആ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ലീലാമ്മേന്റെ ശവം എവിടുന്ന് കൊണ്ടുപോകും? നീ എന്താ ഓർത്തോണ്ട് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി. വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുവാണോ? ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞാ പോരെ? ഈ ഒരു ദിവസം പോയി കിട്ടാൻ പാട്. ആദ്യമായി ഇതിനകത്ത് വന്ന ദിവസവും ഇങ്ങനെ തന്നെയായിരുന്നു. എന്റെ നോട്ടത്തിൽ നീ വെറും ഒരു പാവമാ. എന്നിട്ടും എങ്ങനെയാ നിന്നെ കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റിയത്? ഇത്രയും വർഷത്തെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടും ആ ധൈര്യം എവിടുന്നാ കിട്ടിയെന്ന് എനിക്കിന്നും അറിയില്ല. ചെയ്തതിന് പശ്ചാത്താപവും ഇല്ല. വേണ്ടിയിരുന്നത് തന്നെയാ. അത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നു അയാള്. അയാളുടെ അനിയന്മാര് നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസവും കാത്തിരിക്കുകയായിരിക്കും അല്ലേ? സോണിയും സാലിയും, അത് അവന്മാരുടെ പേര്. എന്നെ കൊല്ലാൻ നടക്കുക. അവന്റെ ചേട്ടന്റെ മരണത്തിന് കണക്ക് ചോദിക്കാൻ. നിനക്ക് പേടി തോന്നുന്നില്ലേ? നാളെ നീ പോകുന്നത് ഇവരുടെയൊക്കെ ഇടയിലേക്കല്ലേ? അതിനെന്താ ചേച്ചി, എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ആരെ പേടിക്കാനാ? എന്നാലും നീ സൂക്ഷിക്കണം. ഒന്നുമില്ല ചേച്ചി, അവന്മാരൊക്കെ പറച്ചിലേ ഉള്ളൂ. ചെയ്യാൻ ധൈര്യമുള്ളവര് പറഞ്ഞു നടക്കില്ലല്ലോ. ഇനി എന്റെ വിധി അവന്മാരുടെ കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ അതിന് സന്തോഷമേ ഉള്ളൂ. എന്റെ മോനെ മോളെയും അഴകത്തമ്മ നോക്കിക്കോളും. അതാ എന്റെ ധൈര്യം. എന്താടോ വലിയൊരു ആലോചന? നിന്നോടാ ചോദിച്ചത്. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ മരണം ആഗ്രഹിക്കുന്നത് തെറ്റാണോ ഉണ്ണിയമ്മേ? നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ലീലാമ്മയ്ക്ക് അഴകത്തേക്ക് വന്നേ പറ്റൂ. അത് തടയാൻ എനിക്കോ നിനക്കോ കഴിയില്ല. തടയണം എങ്ങനെയെങ്കിലും. അവരിവിടേക്ക് വരാൻ പാടില്ല. എന്തൊക്കെയാടാ നീ പറയണേ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കണം. നിനക്കോ അവരെ പേടിയാണോ? പേടിയാണ്. ഞാൻ അവരുടെ മകനല്ലാന്ന് അറിഞ്ഞത് മുതൽ എനിക്കവരെ പേടിയാണ് ഉണ്ണിയാമേ. എന്റെ ഏട്ടനോ അനിയനോ രണ്ടിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് നഷ്ടപ്പെടും. ഈ കുടുംബത്തിന്റെ സമാധാനം തകരും. അതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. അത് തടയാൻ ആരെക്കൊണ്ടും ആവില്ല. ലീലാമ്മയുടെ കാര്യം അങ്ങനെ തന്നെയാ. വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഉണ്ണിയാമേ. എന്റെ അമ്മയ്ക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്റെ അമ്മയെ രക്ഷിക്കാൻ എനിക്കൊരു വഴി പറഞ്ഞു തന്നുണ്ണിയാമേ. ആ വഴി എത്ര ദുർഘടം പിടിച്ചതാണെങ്കിലും മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണെങ്കിലും ശരി, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തോളാം. ആനന്ദേ, സത്യം ഞാൻ പറഞ്ഞത്. ഞാൻ അടങ്ങിയിരിക്കില്ല. അവരുടെ വരവ് തടയാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്തിരിക്കും. അവര് നാളെ വീട്ടിലേക്ക് വന്നാ പിന്നെ ഇവിടെ എന്തൊക്കെ നടക്കെന്ന് പറയാൻ പറ്റില്ല. എടാ മോനെ, നീ വെറുതെ അവിവേകമൊന്നും കാണിക്കരുത്. ഉണ്ണിയമ്മയ്ക്ക് ഒരു ഉറപ്പും ഞാൻ തരുന്നില്ല. മോനെ ആനന്ദേ, നീ വിവരവും വിവേകവും ഉള്ളവനാ. ഒന്ന് ചിന്തിച്ചു നോക്ക്.
ലീലാമ്മയുടെ ഇങ്ങോട്ടുള്ള വരവ് നാളത്തെ ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നിനക്ക് തടഞ്ഞു വെക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. ഒരിക്കലും ആ സ്ത്രീ അഴകത്തേക്ക് വരാതിരുന്ന അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചോളൂ. എന്താ നിന്റെ മനസ്സില്? ഈ ഉണ്ണിമാമയോട് പറയേ. ഉണ്ണിയമ്മേ, ഒന്നുമില്ല. എന്റെ ഗുരുവായൂരപ്പ, അവൻ അബദ്ധമൊന്നും കാണിക്കാൻ ഇടവരുത്തല്ലേ. അങ്ങനെ എങ്ങാൻ സംഭവിച്ചു പോയാൽ എന്റെ സുമംഗലയ്ക്ക് 2 മക്കളെയാവും നഷ്ടപ്പെടുക. നിർത്തി 20. എന്നാ എന്റെ ഈശ്വര,